ഹലോ, നിങ്ങൾക്കൊരു കാര്യം അറിയണോ? നമ്മൾ യൂട്യൂബിൽ ക്വാളിറ്റി ഹെൽത്ത് കെയറിനെ പറ്റി, എസ്പെഷ്യലി ഓർത്തോപെഡിക് സ്പോർട്സ് ഇഞ്ചുറീസിനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് ചാനലില്ല. ഇതിനെപ്പറ്റി അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഓക്കെ, നൗ ഇന്നത്തെ ടോപ്പിക് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. ഇത് ഭയങ്കര കോമൺ ആയിട്ടൊരു ഇഞ്ചുറിയാണ്. പല ഏജ് ഗ്രൂപ്പ്സിൽ എഫക്റ്റ് ചെയ്യുന്നൊരു ഇഞ്ചുറിയാണിത്. നമുക്കറിയാം, നമ്മളുടെ ജോയിൻറ്റ്, രണ്ട് ബോൺസ് തമ്മിലാണ് ഒരു ജോയിൻറ്റ് വരാം. ഇൻ ദിസ് കേസ് നമ്മുടെ സ്കാപ്പിലും എല്ലും പിന്നെ നമ്മൾ മെയിൻ ആം ബോണും. സോ ഡിസ്ലൊക്കേഷൻ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. നമ്മളുടെ സ്റ്റെബിലിറ്റി കൂടുമേ മൊബിലിറ്റി കുറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റ്, ഇത് ഭയങ്കര സ്റ്റേബിൾ ജോയിൻറ്റാണ്. അത് നമ്മുടെ എൽബോ ജോയിൻറ്റ്, നമുക്ക് ഒരു ഒറ്റ പ്ലെയിനിൽ മാത്രമേ ആക്ഷൻ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് അങ്ങനെയല്ല, പല പ്ലെയിനിൽ ആക്ഷൻ വരുന്നൊരു ജോയിൻറ്റാണ്. സോ എന്താ പറ്റുക, ഇത് മൊബിലിറ്റി കൂടുമേ സ്റ്റെബിലിറ്റി കുറയും, വഴക്കങ്ങൾ കൂടുമേ കുഴ തെറ്റാനൊരു ടെൻഡൻസി വരും. കുഴ എങ്ങനെ തെറ്റാം? നമ്മളുടെ ജോയിൻറ്റിൻ്റെ ഇടയിൽ ലിഗമെൻസും ബാക്കിയുള്ള കണക്റ്റിംഗ് സ്ട്രക്ചേഴ്സ് വിട്ടുപോകുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. പക്ഷെ ഇതെങ്ങനെ വിട്ടുപോവാം? ഡെഫിനറ്റ്ലി വീഴ്ച വരുമേ. കൈ കുത്തി നമ്മൾ വീണാൽ നമ്മൾ ഫുൾ വെയ്റ്റ് ജോയിൻറ്റിൽ വരും. ഇതൊരു ഭാരം ചുമക്കുന്ന ജോയിൻ്റ് അല്ല. ഇതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കുഴ തെറ്റെന്തല്ല ഇവിടുത്തെ പ്രോബ്ലം. നമ്മളുടെ ഈ കക്ഷത്തിൻ്റെ ഭാഗത്ത്, നമ്മൾ ആക്സിൽ എന്ന് പറയും, അതിൻ്റെ ഇടയിൽ കുറേ നെർവ്സ് ഉണ്ട്. നെർവ് എന്താ, നമ്മൾ വീടിൻ്റെ വയർ പോലെയാണ്, അതിൽ കൂടിയാണ് കറണ്ട് വരുന്നത്. സെയിം വേ തലച്ചോർന്ന് ഞെമ്പ് വഴിയാണ് കയ്യിലേക്ക് ഇങ്ങനെ നമ്മളെ ഫങ്ഷൻ കിട്ടണം. നമ്മുടെ കുഴ തെറ്റുമേ ഈ നെർവ്സിനെ ചില ആൾക്കാർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ബൈക്കിൽ നിന്ന് തെറിച്ച് വീഴാം, അല്ലെങ്കിൽ മോളിൽ നിന്ന് വീഴാം. നല്ല ഫോഴ്സ് വന്നാൽ, എസ്പെഷ്യലി ഇങ്ങനൊരു ഫോഴ്സ് വന്നാൽ ആ നെർവ്സ് ഇങ്ങനെ പെട്ടെന്ന് സ്ട്രെച്ച് ആവും. സോ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അത് ചിലപ്പോൾ മിസ്സാവും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു സിമിലർ കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നീട് കൈയൊക്കെ ഫങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ട്രീറ്റിങ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതെന്തായാലും പിടിച്ചിട്ട് അത് തിരിച്ചു വരും. ബട്ട് ഇത് വീണ്ടും വരാൻ പാടില്ല. അതാണ് ഇതിൽ ഇഷ്യൂ വരാം. ചില ആൾക്കാർക്ക് റിപ്പീറ്റഡായിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നാൽ അതിൻ്റെ കോസ് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞ പോലെ എല്ലിൻ്റെ ഇടയിൽ കുറേ ലിഗ്മെൻറ്റ്സ് ഉണ്ട്, അത് പൊട്ടിപ്പോവുകയാണ് കുഴ തെറ്റാം. ബട്ട് ചില ആൾക്കാർക്ക് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ കുഴ തെറ്റുമേ അത് എല്ലിന് ബാധിക്കാൻ തുടങ്ങും. ദെയർഫോർ എല്ലിന് പ്രശ്നം വന്നാൽ ജോയിൻറ്റ് തെറ്റും, ലിഗ്മെൻറ്റ്സിന് പ്രശ്നം വന്നാൽ ജോയിൻറ്റ് തെറ്റും. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന മുമ്പ് ഡിസ്ലൊക്കേഷൻ്റെ കോസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി എക്സ്റേസ് വേണ്ടി വരും, MRIയും വേണം. MRIയിൽ ബോണിൻ്റെ പ്രോബ്ലം നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ലിമിറ്റഡ് കട്ട് CT സ്കാനും വേണ്ടി വരും. ബിക്കോസ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഒരു ബോണിൻ്റെ പ്രശ്നം കാരണം കുഴ തെറ്റിയാൽ നമ്മൾ വെറുതെ ലിഗ്മെൻറ്റ് തുന്നി പിടിപ്പിച്ചിട്ട് കാര്യമില്ല, അത് വീണ്ടും തെറ്റിക്കൊണ്ടിരിക്കും. ബോൺ ഇൻവോൾവ് ആണെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വേറെ റൂട്ടിൽ പോവും. ബോൺ ഇൻവോൾവ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അതനുസരിച്ച് വേറെ റൂട്ടിലേക്ക് പോവും. പക്ഷെ എന്നാലും ഒരു 90% ആൾക്കാർക്ക് കീ ഹോൾ വഴി, സർജറി വഴിയാണ് ഇത് ശരിയാക്കുക. നല്ല റിസൾട്ട് ഒരു സർജറിയാണിത്. ഫിസിയോതെറാപ്പിക്ക് അധികം റോളില്ല. ഒരു പ്രാവശ്യം കുഴ തെറ്റിയാൽ ഓക്കെ, കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ബട്ട് റിപ്പീറ്റഡായിട്ട് തെറ്റിക്കൊണ്ടിരുന്നാൽ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഉഴിച്ചിൽ ചെയ്തിട്ട് കാര്യമില്ല. താങ്ക് യു.